സാധാരണ ജനങ്ങൾ തലയുയർത്തി നോക്കാൻ പോലും പേടിക്കുന്ന സെലസ്റ്റിയൽ ഡ്രാഗൺ എന്ന ഉയർന്ന പദവിയിൽ നിന്നും താഴെത്തട്ടിലേക്ക് ഇറങ്ങി വരാൻ ഡോഫിക്ക് ജീവിതത്തിൽ അധികം സമയമൊന്നും വേണ്ടി വന്നിരുന്നില്ല. ജീവിതത്തിൽ അവന്റെ അച്ഛനെടുത്ത ഏറ്റവും ബുദ്ധിശൂന്യമായ തീരുമാനം ഉയർന്ന ജീവിതശൈലിയേക്കാൾ നല്ലത് സാധാരണ ജീവിതമാണെന്നുള്ള തെറ്റായ ധാരണ അതവനെ എത്തിച്ചത് സ്വർണ്ണത്തളികയിൽ നിന്ന് നേരെ കുപ്പത്തൊട്ടിയിലേക്കായിരുന്നു. ആളുകൾക്ക് സെലസ്റ്റിയൽ പദവിയിലുള്ള ദേഷ്യവും വിദ്വേഷവും എല്ലാം തീർക്കാൻ ഡോഫിക്ക് ആ ചെറിയ പ്രായത്തിൽ ഒരു പാവയെ പോലെ നിന്നു കൊടുക്കേണ്ടി വന്നു. തനിക്കേറെ പ്രിയപ്പെട്ട തന്റെ അമ്മയും അവന്റെ കൺമുന്നിൽ നിന്ന് അകന്നുപോയി. കരുണയ്ക്കും സ്നേഹത്തിനും അർഹതപ്പെട്ടവർ ഈ ഭൂമിയിൽ ആരും തന്നെ ഇല്ലാന്ന് അവൻ ആ പ്രായത്തിൽ മനസ്സിലാക്കി. കെട്ടിയിട്ട് പ്രതികാരം ചെയ്ത നാട്ടുകാരോട് പകരം ചോദിക്കാൻ പവർഫുൾ ആയിട്ടുള്ള കോൺഗ്രസ് ആക്കിയും ഡോഫിക്ക് തന്റെ 10ാമത്തെ വയസ്സിൽ ലഭിച്ചു. ട്രബോൾ നൽകിയ ഡെവിൾ ഫ്രൂട്ടിന്റെ പിൻബലത്തിൽ ഡോഫി അങ്ങനെ അവരുടെ രാജാവായി മാറി. ആരാലും ഭയക്കുന്ന വില്ലനിലേക്ക് ചുവടുവെക്കാൻ ഡോഫിക്ക് അതൊക്കെ തന്നെ ധാരാളമായിരുന്നു. തന്റെ സ്ട്രിംഗ് പവർ മേഘത്തിലേക്ക് കണക്ട് ചെയ്ത് ആകാശത്തിലൂടെ പറക്കാനും അതേ സ്ട്രിംഗ് കൊണ്ട് തന്നെ ആളുകളെ തന്റെ കൈകളിൽ ഒരു കളിപ്പാവയാക്കാനും കോമ്പാറ്റിലും ഡിഫൻസിലും ഇരുമ്പിനേക്കാൾ മൂർച്ചയുള്ള ആയുധമാക്കിയത് മാറ്റാനും തന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇഞ്ചറീസ്